ഇല്ല, ഞാൻ വേറൊരു കുടുംബിനി മാത്രല്ലല്ലോ, ഒരു പൊതുപ്രവർത്തക കൂടിയല്ലേ. എടാ, ഒരു പൊതുപ്രവർത്തക ജനങ്ങൾക്ക് റോൾ മോഡലായിരിക്കണം. അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും. ഇല്ലെങ്കിൽ എനിക്ക് അവരെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു നിസ്സാര കാര്യത്തിന് പോലും പിണങ്ങിയിട്ടില്ല? ഇല്ലടാ. അതെങ്ങനെയാ? ശാന്തി സമാധാന മാർഗത്തിലല്ലേ നിന്റെ പപ്പേട്ടൻ? ഞാൻ എത്ര അങ്ങോട്ട് ചെന്നാലും പപ്പേട്ടൻ പേടിച്ച് ഒതുങ്ങി ഒതുങ്ങി അങ്ങ് പോവും. ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് പിണങ്ങി നോക്കണം. പിണങ്ങാനോ? നിനക്കെന്താടാ, വട്ടാണോ? അങ്ങനല്ല, ഈ ചട്ടിയും കലവുമാവുമ്പോ തട്ടിമുട്ടി ഇരിക്കണമെന്ന് പഴമക്കാർ പറയുന്നത് തന്നെ ഇങ്ങനെ പിണങ്ങുവാനുള്ള ആഹ്വാനമാണ്. നീ ഭയങ്കര ഫിലോസഫി ആണല്ലോ പ്രഫുല. ചേച്ചി, ചേട്ടനെ പോലൊരാളിയനെ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. എങ്കിലും ഭാര്യമാരാകുമ്പോ വല്ലപ്പോഴേക്കെങ്കിലും ഭർത്താവുമായിട്ടൊന്ന് പിണങ്ങണം. അല്ല, ഞാൻ പിണങ്ങാൻ വേണ്ടി നിർബന്ധിക്കുന്നതല്ല. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യയുമായിട്ട് പിണങ്ങിയിരിക്കുന്നു. ചേച്ചി, ഈ പിണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇണക്കമുണ്ടല്ലോ, അതൊരു സുഖമുള്ള അനുഭവമാണ്. അതായത് ചേച്ചി, ഞാൻ ഇപ്പൊ പറഞ്ഞതേ, നാളെ മുതൽ അളിയന്റെ മുഖത്ത് നോക്കി പിണങ്ങണമെന്നല്ല. അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഞാൻ രമ്യമായിട്ട് വഴക്കിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമേ. ആയിക്കോട്ടെ. എടാ, നീ അവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. നോക്കട്ടെ നോക്കട്ടെ, കാശ് വല്ലതും വേണമെങ്കിലേ എന്റെ ബാഗിലുണ്ട്, എടുത്തോ. വേണ്ട വേണ്ട, എന്റെ ഒരു കാര്യം. പിണങ്ങിക്കഴിഞ്ഞ് ഇണങ്ങുമ്പോഴുള്ളൊരു സുഖം. പപ്പേട്ടനോട് ചുമ്മാ ഒന്ന് വഴക്കൂടി ഇണങ്ങിയാലോ? ആളും ദേഷ്യപ്പെട്ട് കിട്ടും. എന്ത് പപ്പേട്ടാ? ഒരു കട്ടൻ ചായ വേണമായിരുന്നു. ഇതെടുക്ക. കട്ടൻ ചായ. കട്ടൻ ചായയിൽ തുടങ്ങാം. പപ്പേട്ടാ, കട്ടൻ ചായ. ഞാനൊരു ലൈറ്റ് കട്ടൻ ചായ പറഞ്ഞിരുന്നത്. ഇത് ലൈറ്റ് ആണ്. ആണോ? ഇന്നൊരൊടക്ക് നടക്കും. എങ്ങനെയുണ്ട് പപ്പേട്ട? കടുപ്പം ലേശം കൂടുതല. സാരമില്ല, ഇനി ഇടുമ്പോ ശ്രദ്ധിച്ചാ മതി. തേയില ഇട്ടപ്പം പത്മം ശ്രദ്ധിച്ചു കാണത്തില്ല. അങ്ങനെ അബദ്ധം പറ്റിയാണല്ലേ? അല്ല, ഞാൻ വേറെ ഇട്ടോണ്ട് വരാ. അയ്യോ വേണ്ട വേണ്ട. അല്ല പപ്പേട്ട, ഞാൻ വേറൊരു കട്ടൻ ഇട്ടോണ്ട് വരാന്ന്. അയ്യോ വേണ്ടെന്നേ, ഇത് മതി, ഇത് ഞാൻ കുടിച്ചോളാം. സ്നേഹത്തോടെ തരുന്നത് കയ്പാണെങ്കിലും അതെനിക്ക് മധുരം. ഇല്ലെങ്കിൽ ഈ പത്മം അത് നടത്തിയിരിക്കും. ആട്ടം.
ഇതും കൂടെ ഇടാം. കിടക്കട്ടെ. ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ, നല്ല വിശപ്പ്. അതിലല്ലേ പപ്പേട്ടാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ആ പിള്ളേരൊക്കെ എന്തി ഉറങ്ങിയോ? അവരൊക്കെ നേരത്തെ കിടന്നുറങ്ങി. അല്ല, നീ കഴിച്ചായിരുന്നോ? അതെന്ത് ചോദ്യ പപ്പേട്ട? പപ്പേട്ടൻ കഴിക്കാതെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? അതില്ല. പിന്നെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചതാ. കഴിക്കു പപ്പേട്ട. പത്മം, ഇച്ചിരി ഉപ്പ് കൂടുതലാണല്ലോ. എവിടെ നോക്കട്ടെ. ആര് പറഞ്ഞു? സാധാരണ ഉപ്പയുള്ളൂ. അല്ല പത്മം, തനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. എന്താ, സുഖമില്ലേ? എന്ത് പറ്റി? കൊള്ളാം. വൈകുന്നേരം കട്ടൻ ചായ ഇട്ടപ്പോഴും ഇപ്പതാ ചപ്പാത്തിയിലെയും കറിയിലെയും ഉപ്പും. ഇതങ്ങനെ സംഭവിക്കാറുള്ളതല്ലോ. ഏതായാലും കഴിക്കാൻ പോവാ. ഉപ്പായാലും പ്രശ്നമല്ല. പപ്പേട്ടാ, എന്താ? പപ്പേട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ പത്മ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ കട്ടൻ ചായ കടുപ്പത്തിലിട്ടതും ചപ്പാത്തിക്കും കറിക്കും ഓവറായിട്ട് ഉപ്പിട്ടതൊക്കെ മനഃപൂർവ്വമായിരുന്നു. മനഃപൂർവ്വം? അത് പിന്നെ പപ്പേട്ടനോടൊന്ന് വഴക്കിട്ട് പിണങ്ങണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന് പത്മനോട് വഴക്കിനൊന്നും വന്നില്ലല്ലോ. പപ്പേട്ടനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ച് വഴക്കിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനാ ഞാൻ ഈ കടുങ്കൈയൊക്കെ ചെയ്തത്. പത്മം, ഈ ലോകത്ത് നമുക്ക് ആരോട് വേണമെങ്കിലും വഴക്കൂടാം. പക്ഷെ സ്നേഹവും സമാധാനവും ഉള്ളിടത്ത് അതിനെത്ര കോപ്പ് കൂട്ടിയാലും അതെല്ലാം നിരർത്ഥകമാകുകയേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്തിനാ എന്നോട് പിണങ്ങാൻ വന്നത്? അത് പറയേ. അതെ, പറ. ഒന്ന് 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 ഇണങ്ങാൻ.